അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അവളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടെന്ത്, അവളും 2 മക്കളും 2 പെൺകുട്ടികളും ഇനി മുന്നോട്ടെന്ത് എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 1.5 വയസ്സുമുള്ള 2 കുട്ടികളാണുള്ളത്. ഇവളുടെ ഭർത്താവുമായിട്ട് എന്തോ ഒരു നിസ്സാരമായ പിണക്കം. പക്ഷേ അത് അവരുടെ ഈഗോ പ്രശ്നം കാരണം അവര് മിണ്ടാതെ ഇരുന്ന്, എന്തോ ഭർത്താവ് വിളിക്കാറില്ല, ഇവളങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. അങ്ങനെ എന്തോ വലിയ പ്രശ്നമായി. ഇവള് പിണങ്ങി ഇവിടെ വീട്ടിൽ പോയി. അങ്ങനെ ഒരു 2 മാസത്തോളം മിണ്ടാതൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവൾക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. കാരണം എൻ്റെ മക്കളുടെ കാര്യം. അതുമാത്രമല്ല, ഇവളുടെ മനസ്സിൽ നല്ല സ്നേഹമുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു പോയി, പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ഭയങ്കര വിഷമത്തിലാണ് അവൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവളെ ഇങ്ങനെ കാണാൻ ഇടയായത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞു. അന്നേരം ഞാൻ അവൾക്കൊരു സൂറത്ത് പറഞ്ഞു കൊടുത്തിരുന്നു. വാരിവ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫത്തഹ് ഓതാനായിട്ട് പറഞ്ഞിരുന്നു. സൂറത്ത് ഓതിയതിനു ശേഷം 489 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ ഓതുവാനും പറഞ്ഞിരുന്നു. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ഓതാൻ പറഞ്ഞു. ഒരു നിയത്ത് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവൾ ഓതി 7 ദിവസം പൂർത്തിയായില്ല. അതിനു മുന്നേ ചെല്ലി 2ാമത്തെ ദിവസം അവളുടെ ഭർത്താവ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു. ഫോണൊക്കെ വാട്സപ്പിൽ എല്ലാത്തിലും ബ്ലോക്ക് ആക്കിയിട്ടിരുന്നതാണ്. അങ്ങനെ എല്ലാത്തിൽ നിന്നും അൺബ്ലോക്ക് ആക്കിയിട്ട് ഇവളെ വിളിച്ചിട്ട് ചോദിച്ചു. മക്കളുടെ കാര്യങ്ങൾ ചോദിച്ചു. എല്ലാം വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് 3 ദിവസത്തിനുള്ളിൽ ഞാൻ നാട്ടിൽ വരും, നിന്നെയും മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നും പറഞ്ഞു. ഗൾഫിലായിരുന്നു അദ്ദേഹം. ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുവരികയാണ് എന്നും പറഞ്ഞു. അവർക്ക് നേരത്തെ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. എന്തോ ഒരു അസൗകര്യം കൊണ്ട് നേരത്തെ അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് അവർക്കിപ്പോൾ അതിനുള്ള ഭാഗ്യം കിട്ടി. അവര് ഗൾഫിലേക്ക് പോകാൻ ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും നമ്മൾ അള്ളാഹുവിനോട് പറയുക. നമുക്കല്ല, മറ്റുള്ളവർക്ക്, നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള ബുദ്ധിമുട്ടുകളായാലും നമ്മൾ അള്ളാഹുവിനോട് പറയുക അവരുടെ ബുദ്ധിമുട്ടുകളും. കാരണം അള്ളാഹു അന്നേരം നമ്മുടെ ബുദ്ധിമുട്ടുകൾ എളുപ്പം നീക്കിത്തരും. കാരണം നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ല, മറ്റുള്ളവരെ നന്നായി കാണാനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ ആ കാര്യങ്ങളും പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഫർള് നമസ്കാരങ്ങൾ 5 വഖത്ത് 5 നേരത്തെ ഫർള് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കുക. ഖള ആക്കാതെ തന്നെ നമസ്കരിക്കുക. എന്തെങ്കിലും അസൗകര്യങ്ങൾ, ഈ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണ് എങ്കിൽ മാത്രം അവർക്ക് ചെറിയ ചെറിയ ഇളവുകളുള്ളൂ. അല്ലാത്തവരെല്ലാവരും ഖള ആക്കാതെ തന്നെ നമസ്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയെ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. സുഖമായാലും സന്തോഷമായാലും അള്ളാഹുവിന് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളൊരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. പിന്നെ ഇതിപ്പം ചിലർ ചിന്തിക്കും, ഞാനിപ്പോൾ 7 ദിവസം 8 ദിവസം തെല്ലി എന്നിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചില്ലല്ലോ എന്ന്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കുക. നേരത്തെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയുക. അതിന് മാപ്പ് ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാകും, അറിഞ്ഞോ അറിയാതെയോ. ഇനിയും അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിനോട് ഏറ്റുപറയുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് അള്ളാഹുവിനോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് ഉറപ്പായിട്ടും സാധിച്ചു തന്നിരിക്കും. ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.